ഹലോ ഫ്രണ്ട്സ്, സ്മാർട്ട് സ്റ്റാർട്ട് പി എസ് സിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 27 സെപ്റ്റംബർ 2025. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ. ആദ്യത്തെ പോയിന്റ്, സാമൂഹ്യനീതി വകുപ്പിൻ്റെ ആജീവനാന്ത വയോസേവന അവാർഡ് നേടിയത് ഷീല പി കെ മേദിനി. സാമൂഹ്യനീതി വകുപ്പിൻ്റെ ആജീവനാന്ത വയോസേവന അവാർഡ് നേടിയത് ഷീല മേദിനി. ഷീലയ്ക്കും പി കെ മേദിനിക്കും വയോസേവന പുരസ്കാരം. നടി ഷീലയ്ക്കും ഗായിക പി കെ മേദിനിക്കും സമഗ്ര സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ വയോസേവന പുരസ്കാരം. ഈ വർഷത്തെ വയോസേവന പുരസ്കാരം ലഭിച്ചത് പി കെ മേദിനി. പി കെ മേദിനി ഗായികയാണ്, ഷീല നടിയാണ്. സമ്മാനത്തുക 1,00,000 രൂപയാണ്. സമ്മാനത്തുക 1,00,000 രൂപയാണ്. ഇതോടനുബന്ധിച്ചുള്ള ഒരു പുരസ്കാരം കൂടെ നോക്കാം. മികച്ച വയോജന സൗഹൃദ തദ്ദേശ സ്ഥാപനം. മികച്ച വയോജന സൗഹൃദ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 1,00,000 രൂപയാണ് ലഭിക്കുന്നത്. അപ്പം ആ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കൊച്ചി കോർപ്പറേഷൻ, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത്, നെടുമങ്ങാട് നഗരസഭ, മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത്, ഒളവണ്ണ പഞ്ചായത്ത്. ഒന്നുകൂടെ പറയാം. കൊച്ചി കോർപ്പറേഷൻ, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത്, നെടുമങ്ങാട് നഗരസഭ, മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത്, ഒളവണ്ണ പഞ്ചായത്ത്. ഇവയാണ് മികച്ച വയോജന സൗഹൃദ തദ്ദേശ സ്ഥാപനങ്ങൾ. അടുത്ത പോയിന്റ്, ഏത് റൂട്ടിലാണ് ഇന്ത്യയുടെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ 2027 പ്രവർത്തനം ആരംഭിക്കുന്നത്? മുംബൈ അഹമ്മദാബാദ്. ഏത് റൂട്ടിലാണ് ഇന്ത്യയുടെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ 2027 പ്രവർത്തനം ആരംഭിക്കുന്നത്? മുംബൈ അഹമ്മദാബാദ്. അടുത്തത്, പുനർവിവാഹിതരായ മാതാപിതാക്കളുടെ ആദ്യ വിവാഹത്തിലെ കുട്ടികൾക്ക് ആവശ്യമായ പരിഗണനയും കരുതലും ഉറപ്പാക്കാനായി തയ്യാറാക്കിയ പദ്ധതി സുരക്ഷാ മിത്ര. ഒന്നുകൂടെ പറയാം. പുനർവിവാഹിതരായ മാതാപിതാക്കളുടെ ആദ്യ വിവാഹത്തിലെ കുട്ടികൾക്ക് ആവശ്യമായ പരിഗണനയും കരുതലും ഉറപ്പാക്കാനായി തയ്യാറാക്കിയ പദ്ധതിയാണ് സുരക്ഷാ മിത്ര. അടുത്ത പോയിന്റ്, പൊതുജനവുമായി സംവദിക്കാൻ ആവിഷ്കരിച്ച പോലീസിന്റെ പദ്ധതി ദൃഷ്ടി. പൊതുജനവുമായി സംവദിക്കാൻ ആവിഷ്കരിച്ച പോലീസിന്റെ പദ്ധതിയാണ് ദൃഷ്ടി. അടുത്ത പോയിന്റ് നോക്കാം. ഏഷ്യയിലെ ആദ്യ ഡിസൈനർ മൃഗശാല പുത്തൂർ സുവോളജിക്കൽ പാർക്ക്, തൃശ്ശൂർ. ഏഷ്യയിലെ ആദ്യ ഡിസൈനർ മൃഗശാല പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ് തൃശ്ശൂരാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക്. അടുത്ത പോയിന്റ്, 2025 സെറികൾച്ചറിനുള്ള മികച്ച സംസ്ഥാന അവാർഡ് ലഭിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. 2025 സെറികൾച്ചറിനുള്ള മികച്ച സംസ്ഥാന അവാർഡ് ലഭിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. അടുത്ത പോയിന്റ്, കമല സുരയ്യയുടെ ജീവചരിത്രമായ മാധവിക്കുട്ടി കടലിന്റെ നിറങ്ങൾ എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ കെ ആശ. കമല സുരയ്യയുടെ ജീവചരിത്രമായ മാധവിക്കുട്ടി കടലിന്റെ നിറങ്ങൾ എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ കെ ആശ. അടുത്ത പോയിന്റാണ്, കർണാടകയിലെ പശ്ചിമഘട്ടത്തിലെ കുദ്രേമുഖ് മേഖലയിൽ നിന്ന് അടുത്തിടെ കണ്ടെത്തിയ സസ്യ ഇനം ഇംപേഷ്യൻസ് സെൽവാസിംഗി. കർണാടകയിലെ പശ്ചിമഘട്ടത്തിലെ കുദ്രേമുഖ് മേഖലയിൽ നിന്ന് അടുത്തിടെ കണ്ടെത്തിയ സസ്യ ഇനമാണ് ഇംപേഷ്യൻസ് സെൽവാസിംഗി. അടുത്തത്, നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ട്, ജവാർ ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശ്. നോയിഡ ഇന്റർനാഷണൽ എയർപോർട്ട് അല്ലെങ്കിൽ ജവാർ ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശ്. അടുത്ത പോയിന്റ് നോക്കാം. ഗ്ലോബൽ ഫുഡ് റെഗുലേറ്റേഴ്സ് സമ്മിറ്റ് 2025 വേദി ന്യൂഡൽഹി. ഗ്ലോബൽ ഫുഡ് റെഗുലേറ്റേഴ്സ് സമ്മിറ്റ് 2025 വേദി ന്യൂഡൽഹിയാണ്. തിരികെ പദ്ധതിക്കും കൂടെ പദ്ധതിക്കും വയോക്ഷേമ പുരസ്കാരം. തിരികെ എന്ന പദ്ധതിക്കും കൂടെ എന്ന പദ്ധതിക്കും വയോക്ഷേമ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അടുത്ത പോയിന്റ്, ടാറ്റോ 1 ഹിയോ ജലവൈദ്യുത പദ്ധതികൾ ഏത് സംസ്ഥാനത്താണ്? ടാറ്റോ 1 ഹിയോ എന്നീ ജലവൈദ്യുത പദ്ധതികൾ ഏത് സംസ്ഥാനത്താണ്? അരുണാചൽ പ്രദേശ്. അടുത്ത പോയിന്റ്, വേൾഡ് ഫുഡ് ഇന്ത്യ, നേരത്തെ നമ്മൾ പറഞ്ഞു, വേൾഡ് ഫുഡ് ഇന്ത്യ 2025 പാചകമേളയ്ക്ക് വേദിയായത് ഭാരത് മണ്ഡപം, ന്യൂഡൽഹി. അടുത്ത പോയിന്റ്, അടുത്തിടെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്നും പിന്മാറിയ രാജ്യങ്ങൾ ബുർക്കിന ഫാസോ, നൈജർ, മാലി. അടുത്തിടെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്നും പിന്മാറിയ രാജ്യങ്ങളാണ് ബുർക്കിന ഫാസോ, നൈജർ, മാലി. അടുത്ത നമുക്ക് നോക്കാനുള്ളത് അമ്പിളി ചുറ്റാൻ മനുഷ്യയാത്ര. 5 പതിറ്റാണ്ടുകൾക്ക് ശേഷം മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കാനുള്ള ആൾട്ടിമിസ് ദൗത്യത്തിലെ 2ാം ദൗത്യത്തിന് ആൾട്ടിമിസ് 2 ഒരുങ്ങുന്നു. നാസയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ആൾട്ടിമിസിന്റെ ആദ്യ ദൗത്യത്തിൽ മനുഷ്യരുണ്ടായിരുന്നില്ല.
മനുഷ്യർ ചന്ദ്രനിൽ ഇറങ്ങുന്ന ആൾട്ടിമിസ് 3 എന്ന ദൗത്യം 2027 നടക്കും. മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങുന്ന ആൾട്ടിമിസ് 3 ദൗത്യം 2027 ആൾട്ടിമിസിന്റെ ആദ്യ ദൗത്യത്തിൽ മനുഷ്യൻ ഉണ്ടായിരുന്നില്ല. അടുത്ത പോയിന്റ് നോക്കാം. 97 തേജസ് വിമാനങ്ങൾ കൂടി. തേജസ് മാർക്ക് 1A വിമാനങ്ങൾ 97 എണ്ണം കൂടി വാങ്ങാനുള്ള കരാറിൽ പ്രതിരോധ മന്ത്രാലയവും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും ഒപ്പുവെച്ചു. അപ്പോൾ തേജസ് മാർക്ക് 1A വിമാനങ്ങൾ 97 എണ്ണം കൂടി വാങ്ങാനുള്ള കരാറിൽ പ്രതിരോധ മന്ത്രാലയവും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും ഒപ്പുവെച്ചു. വിമാനത്തിൻ്റെ 64% ഭാഗവും ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിച്ചത്. അതിൻ്റെ കൂടെ മിഗ് 21 യുദ്ധവിമാനങ്ങൾ ഇന്ന് സർവീസിൽ നിന്നും പിൻവലിക്കും. മിഗ് 21 യുദ്ധവിമാനങ്ങൾ ഇന്ന് സർവീസിൽ നിന്നും പിൻവലിക്കും. ഇതോടെ സേനയുടെ വിമാന സ്ക്വാഡ്രൽ ശേഷി 29 കുറയും. വ്യോമസേനയുടെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ നിലയാണിത്. അപ്പോൾ ഇതിലെന്താ പറഞ്ഞ തേജസ് മാർക്ക് 1A വിമാനങ്ങൾ 97 എണ്ണം കൂടി വാങ്ങാൻ വേണ്ടി പ്രതിരോധ മന്ത്രാലയവും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും കരാറിൽ ഒപ്പുവെച്ചു. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് അടുത്ത പോയിന്റ്, അഗ്നി കുതിച്ചു. ട്രെയിനിൽ ഘടിപ്പിച്ച മൊബൈൽ ലോഞ്ചർ സംവിധാനത്തിൽ നിന്ന് അഗ്നി പ്രൈം മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ പുതിയ സംവിധാനത്തിൽ പരീക്ഷിച്ചത് രാജ്യത്തിൻ്റെ സൈനിക കരുത്ത് വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തൽ. പ്രതിരോധ ഗവേഷണ കേന്ദ്രം DRDO സ്ട്രാറ്റജിക് ഫോഴ്സസ് കമാൻഡുമായി ചേർന്ന് വികസിപ്പിച്ച പുതിയ സംവിധാനമാണിത്. രാജ്യത്തെവിടെയും വേഗത്തിൽ മിസൈലുകൾ എത്തിക്കുന്നതിനും വിക്ഷേപിക്കുന്നതിനും ഇത് സഹായിക്കും. ട്രെയിനുകൾക്കൊപ്പം മൊബൈൽ ലോഞ്ചറുകളും കൊണ്ടുപോകാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ബോഗികളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ട്രെയിനിൽ ഘടിപ്പിച്ച മൊബൈൽ ലോഞ്ചർ സംവിധാനത്തിൽ നിന്ന് അഗ്നി പ്രൈം മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലാണ് പുതിയ സംവിധാനത്തിൽ പരീക്ഷിച്ചത്. നമുക്ക് അടുത്ത് നോക്കാനുള്ള സ്പോർട്സ് ആണ്. 2026 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി ഗ്ലാസ്ഗോ. 2026 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദിയാണ് ഗ്ലാസ്ഗോ. അടുത്ത പോയിന്റ്, പുരുഷ വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ താരത്തിൻ്റെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയതാണ് സ്മൃതി മന്ദാന. പുരുഷ വനിതാ ഏകദിന ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ താരത്തിൻ്റെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയത് സ്മൃതി മന്ദാന. അടുത്ത പോയിന്റ്, 2025 സൂപ്പർ ലീഗ് കേരളയുടെ ഔദ്യോഗിക പന്ത് സാഹോ. 2025 സൂപ്പർ ലീഗ് കേരളയുടെ ഔദ്യോഗിക പന്താണ് സാഹോ. അടുത്ത പോയിന്റ്, അടുത്തിടെ ICC സസ്പെൻഡ് ചെയ്ത ക്രിക്കറ്റ് കൗൺസിലാണ് USA ക്രിക്കറ്റ് കൗൺസിൽ. അടുത്തിടെ ICC സസ്പെൻഡ് ചെയ്ത ക്രിക്കറ്റ് കൗൺസിലാണ് USA ക്രിക്കറ്റ് കൗൺസിൽ. നെക്സ്റ്റ് പോയിന്റ്, ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ പുതിയ പ്രസിഡന്റായി നിയമിതനാകുന്നത് മിഥുൻ മൻഹാസ്. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ പുതിയ പ്രസിഡന്റായി നിയമിതനാകുന്നത് മിഥുൻ മൻഹാസ്. അടുത്ത പോയിന്റ്, യൂത്ത് ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടിയ താരം എന്ന റെക്കോർഡിന് അർഹനായത് വൈഭവ് സൂര്യവംശി. യൂത്ത് ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടിയ താരം എന്ന റെക്കോർഡിന് അർഹനായത് വൈഭവ് സൂര്യവംശി. അടുത്തത്, 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത് അമേരിക്ക. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത് അമേരിക്കയാണ്. അമേരിക്കൻ്റെ മെഡലുകളാണ് 16 സ്വർണം, 5 വെള്ളി, 5 വെങ്കലം. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ടോക്കിയോ. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയാണ് ടോക്കിയോ. ഒന്നുകൂടെ പറയാം, 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത് അമേരിക്ക. 16 സ്വർണം, 5 വെള്ളി, 5 വെങ്കലം. 2025 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ടോക്കിയോ. സെപ്റ്റംബർ 27 കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. നാളത്തെ കറണ്ട് അഫയേഴ്സുമായി നാളത്തെ വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.